ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് മിയ ഖലീഫിനെ അറിയാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അഡൾട്ട് സ്റ്റാർ ആയിരുന്നു മിയ ഖലീഫ. ഇപ്പോൾ ആള് എന്തൊരു ചെയ്യണമെന്ന് വീഡിയോ ഫുൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ തമ്മിൽ കണ്ട പോലെ ഇവള് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവളുടെ ഒരു വീഡിയോ, ഒരു കരച്ചിലൊക്കെ ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ പറയണത് വേറൊന്നല്ല, ഇവള് ജനിച്ചത് ലെബനനിലാണ്. അപ്പോൾ ലെബനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു ഇമിഗ്രന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളുടെ രാഷ്ട്രീയം ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് രാഷ്ട്രീയമാണ്. കാരണം റൈറ്റ് എന്ന് പറയുന്നത് ആന്റി ഇമിഗ്രേഷൻ നയമുള്ളവർ. അപ്പോൾ അവളിപ്പോൾ ഇതിൽ വീഡിയോയിൽ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുന്നത് ഇവൾക്ക്, അതാണ് ഇവളുടെ മെയിൻ ഈ വീഡിയോന്റെ കണ്ടന്റ്. അപ്പോൾ ഇവള് പറയുന്നത് ലെബനന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരില്ല, അധികം ആൾക്കാരില്ല, അവിടെ കുട്ടികൾ മരിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല, അധികം അവൾ വീഡിയോയിൽ പറയണേ. അപ്പോൾ അവള് പറയണത് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അമേരിക്ക സ്പോൺസേഡ് ടെററിസ്റ്റ് ആണ് ഈ ഇസ്രായേൽ എന്നാണ് അവൾ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കണത്. അപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് ഇവിടെ അടക്കം എല്ലാ അമേരിക്കൻസും പേ ചെയ്യുന്ന ടാക്സ് ഡോളേഴ്സ് പോണത് ഈ യുദ്ധത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവളുടെ വീഡിയോയിലുള്ള കണ്ടന്റ്. അപ്പോൾ ഇവള് ഒരു ആക്ടിവിസ്റ്റ് പോലെ ഒരു നല്ല കാര്യം ചെയ്യാണെന്നാണ് പ്രതീതി വരുത്തണേ. അപ്പോൾ അതിനടിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ഈ ഫോളോവേഴ്സും ഈ ബ്രാൻഡ് ഈ ഫോളോവേഴ്സ് വെച്ചിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ വീഡിയോ പങ്കുവെച്ചാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവൾക്ക് 28 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇഷ്ടം പോലെ ബ്രാൻഡ് ഡീൽസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, അതായത് ഇവള് ഈ ഒരു ആക്ടിവിസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബ്രാൻഡ് ഡീൽസ് അല്ലെങ്കിൽ ഇവൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യണേ? അപ്പോൾ അതിനാണ് ഈ പോയിന്റ്. എൻ്റെ പോയിന്റ് ഇപ്പോൾ തമിഴിൽ കണ്ട പോലെ ഇസ്രായേലിന് ഇവളുടെ കരച്ചിൽ ഇഷ്ടമാണ്. കാരണം എന്തുകൊണ്ടാ, ഇവള് ബ്രാൻഡ് ഡീൽസിനപ്പുറം പണ്ട് അഡൾട്ട് സ്റ്റാർ ആയിരുന്നെങ്കിലും ഇപ്പൊ അവള് ഓൺലി ഫാൻസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ അവളുടെ ഈ ഇരട്ടത്താപ്പ്. ഓൺലി ഫാൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടുകൾക്ക് റീച്ച് കിട്ടണം, അതായത് ഫോളോവേഴ്സിനെങ്കിൽ മാത്രമേ അതിൽ മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അവള് കണ്ടേക്കണ ഒരു കുറുക്ക് വിദ്യയാണ് ഇതുപോലത്തെ ആക്ടിവിസം എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാണ് കാര്യം, അതിപ്പോ മനസ്സിലാക്കാവുന്നില്ല. കാരണം ഇങ്ങനെ ആൾക്കാരിലേക്ക് ഇപ്പോൾ ഓരോ വീഡിയോസ് അവൾ ഇങ്ങനത്തെ യുദ്ധത്തിനെ പറ്റി ഷെയർ ചെയ്യുമ്പോൾ 100 മില്യൺസൊക്കെയാണ് വ്യൂസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് 1 മില്യൺ ഡെഫിനറ്റ്ലി അവളുടെ ഓൺലി ഫാൻസിക്കുള്ള ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് പൊക്കോളും. അവൾ വേറൊരു വീഡിയോയിൽ പറയണ്ടായി, അവളുടെ ഇതിൽ നിന്ന് പൈസ ഒന്നും ബ്രാൻഡ് ഡീൽസ് ഒന്നും മറ്റേ പ്രതീക്ഷിക്കണില്ല, അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊന്നും. ഒപ്പം അവൾ ഇതിൽ നിന്ന് പൈസ ഒന്നും ഉണ്ടാക്കണില്ല. അത് പച്ചക്കള്ളം. അവളുടെ ആസ്തി എന്ന് പറയുന്നത് ഇപ്പൊ 100 കോടിയായി. എന്തുകൊണ്ട്? ഈ അഡൾട്ട് മൂവിയിൽ അഭിനയിച്ചിട്ട് കിട്ടിയ ഒരു ഫെയിമിൽ നിന്നാണ് അവൾ ഇത്രയ്ക്കും ഒന്ന് വളർന്നു വന്നത്. അവളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും, ഇഷ്ടംപോലെ ബ്രാൻഡ് ഡീൽസ്, ഈ വലിയ വലിയ അമേരിക്കൻ ബ്രാൻഡ്സിന്റെ ക്ലോത്തിങ് ഫാഷൻ ബ്രാൻഡ്സിന്റെ ഡീൽസ് ഉണ്ട്. ഒപ്പം അവളുടെ ഓൺലി ഫാൻസിന്റെ കഥ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ പരിപാടി ചെയ്ത് വലിയ പുണ്യാളത്തി അഭിനയിക്കുന്ന ആള് അവിടെ പോയിട്ട് ഇതുകൊണ്ടിലാണ് തന്നെ പരിപാടി, വേറൊന്നുമല്ല. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് അവളുടെ അതിൽ എങ്ങനെയാണ് ഇസ്രായേലിന് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് പറഞ്ഞു ഈ അമേരിക്കൻ ഡോളേഴ്സ് ടാക്സ് ഡോളേഴ്സ് പോണത് ഈ യുദ്ധത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇവളടക്കം അടയ്ക്കുന്ന ടാക്സ് ഡോളേഴ്സ്. അപ്പൊ ഇവള് ടാക്സ് ഡോളേഴ്സ് ഉണ്ടാക്കുന്നത് ഈ ഓൺലി ഫാൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പരിപാടി വെച്ചിട്ടാണ്, ബ്രാൻഡ് ഡീൽസ് വെച്ചിട്ടാണ്. അപ്പൊ ഇവളുടെ ഈ ബ്രാൻഡ് ഡീൽസിന് വേണ്ടി വ്യൂസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് ആണ് അവൾ ഈ യുദ്ധത്തിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡയറക്ട്ലി ഇവളാണ് ഇസ്രായേലിനെ സഹായിക്കണേ കരഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പൊ അതാണ് ഈ ഇരട്ടത്താപ്പാണ്. പക്ക ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ, ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇരട്ടത്താപ്പ്. സ്വന്തം കാര്യത്തിന് വേണ്ടി അപൂർവം ഒരു 100% അല്ലെങ്കിൽ 95% ആൾക്കാർ സ്വന്തം ഫിനാൻഷ്യൽ ഓർ അതർ ഗെയിൻസിന് വേണ്ടിയാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുക. ഒരു 5% ആൾക്കാരാണ്, പക്ഷെ അവർ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ 95% ചെയ്യണ കാര്യങ്ങൾ, ഒട്ടുമിക്ക കാര്യങ്ങളും ഈ 5% പോലെ ആയിരിക്കും. നമുക്ക് വേർതിരിച്ച് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവള് ഇപ്പൊ അഡൾട്ട് മൂവിൽ അഭിനയിച്ചതോ അല്ലെങ്കിൽ ഇവള് ബ്രാൻഡ് ഡീൽസ് ചെയ്യണതോ അല്ലെങ്കിൽ ഓൺലി ഫാൻസ് ചെയ്യുന്നതോ എനിക്ക് വിരോധമുള്ള കാര്യമില്ല. പക്ഷെ യുദ്ധത്തിന്റെ കാര്യം വന്ന് ലെബനൻകാർക്ക് വേണ്ടി വന്ന് കരഞ്ഞിട്ട് ആ മുതലക്കണ്ണീര് എന്തിനു വേണ്ടിയുള്ളതാണ് ജനങ്ങൾ മനസ്സിലായി കമന്റ് ചെയ്യുമേ അതിന്റെ അടിയിൽ വന്ന് പച്ചക്കള്ളം പറഞ്ഞോണ്ടിരിക്കുക. അതായത് ഇവള് 10 പൈസ ഉണ്ടാക്കണില്ല ഇതിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയറിയാം, ഫുൾ ബ്രാൻഡ് ഡീൽസാണ് അവൾക്ക്. 28 മില്യൺ ഫോളോവേഴ്സ് വെച്ചിട്ട് ഏകദേശം 100 കോടിയുടെ അടുത്ത് ആസ്തി ഉണ്ട് ഇപ്പോൾ അവൾക്ക്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇങ്ങനത്തെ ഇരട്ടത്താപ്പുള്ള ആൾക്കാരെ ബോധമുള്ളവർ മനസ്സിലാക്കും. അത്രേ ഉള്ളൂ.